മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുടജാദ്രിയിൽ പോകാതിരിക്കാൻ പറ്റുമോ? അതെ, ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇല്ലെങ്കിൽ പുള്ളി പിണങ്ങിയാലോ? അതന്നെ ശങ്കരാചാര്യരെ. 8 പേരുണ്ടെങ്കിലേ ജീപ്പ് പുറപ്പെടുള്ളൂ. എങ്ങനെയൊക്കെയോ 3 പേരെയും സംഘടിപ്പിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു യാത്ര. വെളുപ്പിനെ 5:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല കുണ്ടും കുഴിയുമുള്ള സ്ഥലം തന്നെയാണ്. ഈ ട്രക്കിങ്ങിൻ്റെ ഇടെ ഉറങ്ങാൻ പറ്റുമോ സക്കീർ ബായിക്ക്? പറ്റും. കണ്ടില്ലേ കിടന്നുറങ്ങുന്നേ, അല്ല കിടന്നല്ല ഇരുന്നിറങ്ങുന്നേ. ഇതിനൊക്കെ പ്രത്യേകതരം കഴിവ് തന്നെ വേണം കേട്ടോ. നമ്മളെ കൊണ്ട് കൂടൂലേ. കണ്ടില്ലേ എന്ത് സുഖമായിട്ടാ. എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഫോൺ പോകുമോ, നമ്മൾ താഴെ പോകുമോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പകുതി ആയപ്പോഴത്തേക്കും നമ്മൾ കോട കണ്ടു തുടങ്ങി. കോട കണ്ടാൽ പിന്നെ സന്തോഷമല്ലേ. ഫോണെടുത്ത് വീഡിയോ പിടിക്കലായി. അല്ല, അതിന് മുന്നേ ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങി. അല്ല, ബാക്കി എല്ലാവരും ഫോണെടുത്ത് വീഡിയോ പിടിക്കലായി. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ആ റോഡ് കണ്ടില്ലേ, ഈ റോട്ടിലും ഇവരിരുന്ന് ഉറങ്ങാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു പോയിന്റിലെത്തി. ജീപ്പെല്ലാം പാർക്ക് ചെയ്തു. അതായത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. 8 പേരായിട്ട് ഒരു ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 2 അമ്പലങ്ങളുണ്ട്. ഈ 2 അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം അത്രേ മറ്റേ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. ഞാനും ജിത്തുണ്ണും അത് വിട്ടുപോയി. പക്ഷേ അർച്ചനയും ധനീഷും അവിടെ പോയി പ്രെയറൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ നടക്കുകയായി. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതാ എന്നെ അതിശയിപ്പിച്ചത്. ആൻറ്റിമാരും അങ്കിൾമാരും വയ്യാത്ത അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാവരും കയറുക മല. എനിക്ക് പകുതി ആയപ്പോൾ തന്നെ കിതയ്ക്കാൻ തുടങ്ങി. അതെങ്ങനെ കിതയ്ക്കാതിരിക്കും? നമ്മളിതെല്ലാം ശീലിച്ചിട്ടുണ്ടോ? എവിടെ നിന്ന് വെറുതെ ഇങ്ങനെ ലാപ്പിൻ്റെ ഫ്രണ്ടിൽ വെറുതെ അല്ല, നല്ല പണിയുണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ അത്രയും വലിയ മലയൊക്കെ കയറുമ്പോഴത്തേക്കിന് എന്തായാലും കിതയ്ക്കും. എനിക്ക് കാലുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ മലകളൊക്കെ കയറുമ്പോഴത്തേക്കിനും ഈ മല, കോട, അടുത്തുള്ള മീൻസ് താഴോട്ട് നോക്കുക, ഇതെല്ലാം നമുക്ക് നല്ല ഇഷ്ടമല്ലേ. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ മലകൾ കയറുന്നത്. ആക്ച്വലി ഇതൊന്നും എനിക്ക് പറ്റൂല. കാരണം എന്താണെന്നറിയോ? ചിത്തുണ്ട് എന്നെ വഴക്ക് പറയും. താഴെ നോക്കി നടക്ക്, താഴെ നോക്കി നടക്ക്, താഴെ നോക്കി നടക്ക്. എനിക്ക് മുകളിലോട്ടും മരത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി നടക്കാൻ പറ്റൂല. ഇഷ്ടക്കുള്ളതുകൊണ്ടാണ് പിന്നെ എൻ്റെ കയ്യിലിരിപ്പുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വരും. ഒന്നെങ്കിൽ ഉരുണ്ട് വീഴും, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കുറ്റിയോ കാടോ എല്ലാം കൊണ്ട് കയറും. അങ്ങനെ വഴക്കൊക്കെ കേട്ട് ഞങ്ങൾ സർവജ്ഞ പീഠത്തിലെത്തി. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഒരു സെൽഫി സ്റ്റിക്കും കൊണ്ട് എന്തൊക്കെയാ ഈ ധനീഷ് കാണിച്ചു വിട്ടെന്ന് അവൻ തന്നെ അറിയില്ല. കണ്ടില്ലേ, അവൻ പോലും അതിൻ്റെ അകത്തില്ല. എന്തെങ്കിലും